ആലിക്കടവിൽ മയക്കുമരുന്നുമായി പിടിയിലായ കോൺഗ്രസ് പ്രവർത്തകരെ നേരിട്ടറിയാമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സമ്മതിച്ചു കഴിഞ്ഞു. മുഹമ്മദ് ഹുസൈന്റെ വീട്ടിൽ താൻ പോയിട്ടുണ്ടെന്നും ഹുസൈൻ തന്റെ വീട്ടിൽ വന്നിട്ടുണ്ടെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. എന്നാൽ ഇവിടെയാണ് സംശയങ്ങൾ തുടങ്ങുന്നത്. ഹുസൈനെ ആദ്യമായി പരിചയപ്പെട്ടത് 2023 നവംബർ ഡിസംബർ മാസങ്ങളിൽ നടന്ന നവകേരള സദസ്സിന്റെ സമയത്താണെന്നാണ് സതീശൻ പറയുന്നത്. ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രണ്ടുപേരെ എനിക്ക് നേരിട്ട് അറിയാം. മുഹമ്മദ് ഹുസൈനെ, അബ്ദുൽ സലാമിനെ എനിക്ക് നേരിട്ട് അറിയാം. അതിലെ മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. ഞാൻ ആദ്യമായിട്ട് അദ്ദേഹത്തിനെ ഫോണിൽ വിളിക്കുന്നത് നവകേരള സദസ്സുമായിട്ട് അദ്ദേഹത്തിന് പെരുമ്പാവൂരിൽ കുറുപ്പുംപടി MGM സ്കൂളിന്റെ മുമ്പിൽ വെച്ച് ക്രൂരമായ ലാത്തിച്ചാർജിൽ പരിക്കേറ്റു അദ്ദേഹം കിടക്കുന്ന സമയത്താണ്. ഞാനന്ന് പരിക്കേറ്റ ആ നവകേരള സദസ്സ് നടക്കുമ്പോൾ എല്ലാ സ്ഥലത്തും ലാത്തിച്ചാർജും ആണ്. അപ്പൊ ഇദ്ദേഹത്തെ ഫോണിൽ വിളിച്ചു. അങ്ങനെയാണ് ആദ്യമായിട്ട് ഫോണിൽ വിളിക്കുന്നത്. സമരത്തിനിടെ പരിക്കേറ്റ ഹുസൈനെ ആശ്വസിപ്പിക്കാൻ ഫോണിൽ വിളിച്ചതായിരുന്നു ആ ആദ്യ ബന്ധമത്രേ. എന്നാൽ സതീശൻ പറയുന്നത് സത്യമാണോ? പക്ഷെ സോഷ്യൽ മീഡിയയിലെ ചിത്രങ്ങൾ പറയുന്നത് അങ്ങനെയല്ലല്ലോ. സതീശനുമൊത്തുള്ള ചിത്രം ഹുസൈൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത് 2021 സെപ്റ്റംബർ 4-നാണ്. അതായത് ഇന്ന് വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറഞ്ഞതിനേക്കാൾ 2 വർഷം മുൻപേ. പിന്നെ 2023 ഒക്ടോബറിൽ ഹുസൈൻ പോസ്റ്റ് ചെയ്ത ചിത്രങ്ങൾ അതിലും കൂടുതൽ കാര്യങ്ങൾ പറയുന്നുണ്ട്. സതീശൻ നീല ടീഷർട്ടും ലുങ്കിയും ധരിച്ച് ഹുസൈനൊപ്പം നിൽക്കുന്ന ആ ചിത്രങ്ങൾ കാണാം. ഇത് കേവലം ഒരു നേതാവും പ്രവർത്തകനും തമ്മിലുള്ള ബന്ധമല്ലെന്ന് തന്നെയല്ലേ ആ ഫോട്ടോകളും പറയുന്നത്? അവിടെയും തീരുന്നില്ല. ഹുസൈന്റെ സോഷ്യൽ മീഡിയ പ്രൊഫൈൽ പരിശോധിച്ചാൽ വി.ഡി. സതീശനൊപ്പമുള്ള 20ഓളം ചിത്രങ്ങൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കാണാം. 2024-ലും 2025-ലും 2026-ലുമായി നിരവധി തവണ ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക കാറിൽ ഹുസൈൻ പൂമലയിലെ സതീശന്റെ വീട്ടിലേക്ക് പോകുന്ന ചിത്രങ്ങളും വീഡിയോകളും ഈ കൂട്ടത്തിലുണ്ട്. 2024 ഒക്ടോബർ 1-നാണ് ഈ ചിത്രം പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത്രയും അടുത്ത ബന്ധമുള്ള ഒരാളെയാണ് നവകേരള സദസ്സിൽ വെച്ച് കണ്ടു എന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി ലഘൂകരിക്കുന്നത്. MDMA കേസിലെ പ്രതികളെ നേരിട്ടറിയാമെന്നും അദ്ദേഹം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനാണെന്നും മുഖ്യമന്ത്രി സമ്മതിച്ചതോടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അറസ്റ്റിലായത് തങ്ങളുടെ ഭാരവാഹി അല്ല എന്ന യൂത്ത് കോൺഗ്രസിന്റെ വാദവും പൊളിഞ്ഞു. മുഹമ്മദ് ഹുസൈൻ അവിടുത്തെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്നു. മുഹമ്മദ് ഹുസൈൻ യൂത്ത് കോൺഗ്രസ് ഭാരവാഹി അല്ലെന്നായിരുന്നു എറണാകുളം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് പറഞ്ഞത്. എന്നാൽ യൂത്ത് കോൺഗ്രസിന്റെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും മറ്റ് ചുമതലകളിൽ നിന്നും ഹുസൈനെ നീക്കിയതായാണ് ജില്ലാ പ്രസിഡന്റ് സിജോ ജോസഫ് കഴിഞ്ഞ ദിവസം അറിയിച്ചത്. മുഖ്യമന്ത്രിയുടെ സോഷ്യൽ മീഡിയ കോർഡിനേറ്ററും യൂത്ത് കോൺഗ്രസ് ബൂത്ത് ഭാരവാഹിയുമാണ് മുഹമ്മദ് ഹുസൈൻ. എന്നാൽ ഹുസൈൻ തന്റെ PR ടീമിൽ ഉണ്ടെന്ന കാര്യം മുഖ്യമന്ത്രി പാടെ നിഷേധിച്ചു. തനിക്ക് PR ടീം ഇല്ലെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഓരോരുത്തരും ഓരോന്നിലൊക്കെ അംഗമായാൽ നമുക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞ് തടി തപ്പുന്ന കാഴ്ചയും ഇന്നത്തെ പത്രസമ്മേളനത്തിൽ നമ്മൾ കണ്ടു. അത് എന്റെ സോഷ്യൽ മീഡിയ ടീമിലൊന്നുമില്ല. എനിക്ക് പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല, ഇപ്പോഴും സോഷ്യൽ മീഡിയ ടീമില്ല. ഞാനൊരു കോർഡിനേറ്ററെ ഒന്നും ഒരു സ്ഥലത്തും വെച്ചിട്ടില്ല. അപ്പൊ ഓരോരുത്തർ ഓരോ ഇതിന്റെ അംഗമായിട്ട് ചേരുന്നതിന് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? മയക്കുമരുന്ന് കേസിലെ പ്രതിയുമായുള്ള ബന്ധം മറച്ചുവെക്കാൻ വി.ഡി. സതീശൻ ഇനിയും നുണകൾ പറയേണ്ടി വരും. കാരണം ഫോട്ടോകളും സോഷ്യൽ മീഡിയ പോസ്റ്റുകളും ഇത്രയേറെ തെളിവായി മുന്നിലുള്ളപ്പോൾ ഇനിയും ഇതിനെ പ്രതിരോധിക്കാൻ അദ്ദേഹത്തിന് നുണ കൊണ്ടല്ലേ സാധിക്കൂ?